ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് കോഴിക്കോടൻ സ്റ്റൈലിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 മീഡിയം സൈസ് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം ചതച്ചത്, മല്ലിയില, 4 മീഡിയം സൈസ് ഓനിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കറിവേപ്പില, റൈസിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് ഓനിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കുറച്ച് തൈര്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഒരു നാരങ്ങാ നീര്, 1 കിലോ ചിക്കൻ, 1 കിലോ ജീരകശാല റൈസ് സോക്ക് ചെയ്ത് വെച്ചത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടുന്ന് ഓനിയൻ, ഇവിടുന്ന് ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകത്തിന്റെ പേസ്റ്റ്, ഇല, പൊടികളെല്ലാം മിക്സ് ചെയ്യാം. ഉപ്പ് ആയിട്ടാ ഇത് ഇടണ്ടേ. നീര് വേണ്ട, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം, ഒനിയൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ലേശം സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടി റൈസിന് വേണ്ടി ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കണം. കറിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബിരിയാണിയില്ലേ ദമ്മ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഓനിയൻ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. ഓനിയൻ തയ്യാറായിട്ടുണ്ട്. റൈസ് എന്തിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന കണക്കില് 4 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അരി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു വിസില് വരുന്ന സമയത്ത് ഓഫ് ആക്കി വെക്കണം, ഇല്ലെങ്കിൽ കഞ്ഞിയാവും. ഇപ്പൊ എന്തിനെടുക്കുന്ന. അപ്പൊ നമ്മള് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് ചെയ്യാം. 2 ലെയർ ആക്കുന്നതാണ് ദമ്മ്. ആദ്യം കുറച്ച് കറി, അതിന്റെ മുകളിൽ കുറച്ച് റൈസ്, ഓനിയനും മുന്തിരിയും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലി. കളറിന് വേണ്ടിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളാക്കി വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒഴിക്കാം. ബാക്കി ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയില് അടച്ചു വെക്കണം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സെർവ് ചെയ്ത് തരാം കേട്ടാ. പ്ലേറ്റ് എടുക്കുന്ന ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണം. എല്ലാം മുകളിലേക്കെല്ലാം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.